MC ടെക്നോളജി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നൗഫൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ യൂട്യൂബിൽ വന്നിട്ടുള്ള ഒരു ചെറിയൊരു അപ്ഡേഷനെ കുറിച്ചാണ്. അപ്ഡേറ്റ് എന്ന് പറയാൻ സാധിക്കില്ല, ഒരു ഓപ്ഷൻ എനിക്ക് എനേബിളായി വന്നിട്ടുണ്ട്. ഞാൻ പല യൂട്യൂബേഴ്സിൻ്റെയും പ്രൊഫൈലിൽ പോയി ചെക്ക് ചെയ്തു, ഈ ഒരു ഓപ്ഷൻ എനേബിളായി കാണുന്നില്ല. പക്ഷേ എനിക്കെന്താണെന്നറിയില്ല. ഇന്ന് രാവിലെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, സ്റ്റോറി എന്ന ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട് എന്ന്. മലയാളം ടെക് എന്ന ഒരു ചാനലിലാണ് ഞാൻ മുമ്പ് ഈ ഒരു ഓപ്ഷൻ എനേബിളായി കണ്ടിട്ടുള്ളത്. വേറെ ആരുടെയും ചാനൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ കാണുന്ന ചാനലുകളൊന്നും തന്നെ ഈ ഒരു ഓപ്ഷൻ എനേബിളായി ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും എനിക്ക് ഇന്ന് രാവിലെ മുതൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. ആ ഓപ്ഷൻ എന്താണെന്നും അതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നും നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. ഈ ഓപ്ഷൻ ലഭിക്കുന്നത് നിങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്കിവിടെ കാണാം. സാധാരണ മുകളിലായി കാണുന്നത് ഹോം, അതേപോലെ തന്നെ വീഡിയോ, അതേപോലെ തന്നെ പ്ലേലിസ്റ്റ്, പിന്നീട് 10,000 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ ലഭിക്കുന്ന കമ്മ്യൂണിറ്റി എന്ന ഒരു ഓപ്ഷൻ. അതിനുശേഷം ലഭിക്കുന്നതാണ് ഈ സ്റ്റോറീസ് എന്ന ഈ ഓപ്ഷൻ. ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് വാട്സപ്പിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊക്കെ സ്റ്റോറി അപ്ലോഡ് ചെയ്യാറുണ്ട്. അതായത് വാട്സപ്പിലൊക്കെ ആണെങ്കിൽ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണിത്. സാധാരണ നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് പോലെ തന്നെ മുകളിലെ ആ ക്യാമറ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ വീഡിയോ, അതേപോലെ തന്നെ ലൈവ്, പുതുതായി വന്ന സ്റ്റോറി എന്ന ഒരു ഓപ്ഷനും. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായി ക്യാമറയാണ് ഓപ്പൺ ആവുക. ഇവിടെ നിങ്ങൾ ഗാലറി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം ഗാലറി ഓപ്പൺ ആയിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഫോട്ടോയാണോ വേണ്ടതെങ്കിൽ നിങ്ങൾക്കിവിടെ ഫോട്ടോ സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇമോജികളും അതേപോലെ തന്നെ നിങ്ങൾക്ക് ലെറ്റർ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെറ്ററും ടൈപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കളറൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. സാധാരണ നിങ്ങൾക്ക് വാട്സപ്പിലൊക്കെ വരുന്ന അതേ ഒരു ഓപ്ഷൻ തന്നെയാണ് ഇതിലും നൽകിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വോളിയവും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം സാധാരണ അപ്ലോഡ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്കിവിടെ താഴെ കാണാം പോസ്റ്റ് എന്ന ഒരു ബട്ടൺ. ആ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ആവുന്നതായിരിക്കും. അതിന് ചെറിയൊരു ടൈമിംഗ് എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ വ്യൂ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം എൻ്റെ ആ വീഡിയോ ഇവിടെ അപ്ലോഡായി തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ എത്ര ആളുകൾ ഇത് കണ്ടു എന്നൊക്കെ തന്നെ ഈ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ ഈ ഫോട്ടോ 68 പേരിവിടെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വീഡിയോ 27 പേരിവിടെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് നിങ്ങൾക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്കിവിടെ കാണാം താഴെയായ ഒരു മോർ എന്ന ബട്ടൺ. ഈ മോറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇവിടം തന്നെ ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് നൽകുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.